ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആൾക്കാർക്ക് പ്രമേഹം ബാധിക്കുന്നുണ്ട്. അപ്പം ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പ്രമേഹം വരുന്ന രോഗികൾക്ക് വായിൽ എന്തൊക്കെ ലക്ഷണങ്ങളാണ് അവർ കാണിക്കുന്നത്. അതായത് നമുക്ക് എന്ത് അസുഖം ഉണ്ടെങ്കിലും നമ്മുടെ വായിലും സ്കിന്നിലും അതിന്റെ ഒരു സിംറ്റം ആദ്യം കണ്ടു തുടങ്ങും. ഇപ്പൊ നമ്മൾ ആദ്യം ഇത് കണ്ടു തുടങ്ങുന്ന സമയത്ത് തന്നെ നമുക്ക് ബ്ലഡ് ഷുഗർ ചെക്ക് ചെയ്ത് അതിന്റെ എത്രത്തോളം ഉണ്ടെന്ന് നോക്കിയിട്ട് അത് ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് വളരെ കൂടുന്നതിന് മുന്നേ തന്നെ അത് ട്രീറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഞാനിന്ന് ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇപ്പൊ എന്താണ് പ്രമേഹം? നമ്മുടെ ബ്ലഡില് ഗ്ലൂക്കോസിന്റെ ലെവല് വളരെ കൂടുന്ന ഒരവസ്ഥയാണ് പ്രമേഹം എന്ന് പറയുന്നത്. അത് നമ്മൾ മെയിനായിട്ടും 3 തരത്തിലാണുള്ളത്. ടൈപ്പ് 1, ടൈപ്പ് 2 ആൻഡ് ഗെസ്റ്റേഷണൽ ഡയബറ്റിക് മെലിറ്റസ് എന്ന് പറയും. ഗെസ്റ്റേഷണൽ ഡയബറ്റിക് മെലിറ്റസ് എന്ന് പറഞ്ഞാൽ ഗർഭാവസ്ഥയിൽ സ്ത്രീകൾക്ക് പ്രമേഹം ഉണ്ടാവുന്നതിനെയാണ് ഗെസ്റ്റേഷണൽ ഡയബറ്റിക് മെലിറ്റസ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് നമുക്ക് പ്രമേഹം ഉണ്ടാകുന്നത്? അതായത് നമ്മുടെ ബോഡിയിൽ പാൻക്രിയാസ് എന്ന് പറയുന്ന ഒരു അവയവമുണ്ട്. ആ പാൻക്രിയാസ് ആണ് നമ്മുടെ ബോഡിയിൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത്. പക്ഷെ ഈ പാൻക്രിയാസിന് എന്തെങ്കിലും കാരണത്താല് ഇൻസുലിൻ കറക്റ്റായിട്ട് എമൗണ്ടിൽ ഉൽപ്പാദിപ്പിക്കാൻ പറ്റാതെ വരികയും അല്ലെങ്കിൽ ഈ ഉണ്ടാക്കുന്ന ഇൻസുലിൻ കറക്റ്റായിട്ട് നമ്മുടെ ശരീരകോശങ്ങളിൽ പ്രവർത്തിക്കാതെ വരുമ്പോൾ നമ്മുടെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവല് രക്തത്തില് ഈ ഗ്ലൂക്കോസിന്റെ ലെവല് വളരെയധികം കൂടുന്നു. ഇനി അടുത്ത് അറിയാൻ പോകുന്നത് നമുക്ക് ഷുഗർ വരുമ്പോൾ വായിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നത്. ഫസ്റ്റ് നമുക്ക് വരുന്നത് ഡ്രൈ മൗത്ത്, അതായത് വായിൽ എപ്പോഴും വരൾച്ച തോന്നാം. നമ്മൾ എത്ര വെള്ളം കുടിച്ചാലും കുറച്ച് സമയം കഴിയുമ്പോൾ വീണ്ടും വെള്ളമാവും, വരൾച്ച, നമുക്ക് സംസാരം കറക്റ്റ് വരാതിരിക്കുക, നാക്ക് വരണ്ടു പോവുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ സിമ്പിളായിട്ട് നമുക്ക് ഷുഗർ നല്ല ലെവലിലോട്ട് വ്യത്യാസം വരുമ്പോൾ ഈ ഒരു വ്യത്യാസം വായിൽ തിരിയും. അപ്പൊ നമ്മൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ വായിൽ നീരിന്റെ അളവ് കുറയുമ്പോൾ നമുക്ക് കൂടുതൽ പല്ലുകൾ കോട് വരാനും ചാൻസ് ഉണ്ട്. അതായത് നമ്മൾ മിക്ക പല്ലുകളിലും കോടുകൾ സ്റ്റാർട്ട് ചെയ്യും. നീരിന്റെ അളവ് കുറയുമ്പോൾ നമ്മുടെ സെൽഫ് ക്ലെൻസിങ് എന്ന് പറയും. അതായത് നമുക്ക് തനിയെ നമ്മുടെ നമ്മൾ കഴിച്ച ആഹാരമോ ബാക്ടീരിയയോ ക്ലെൻസ് ചെയ്യാതെ നമ്മുടെ വായിൽ കൂടുതലും ബാക്ടീരിയകളോ അടിഞ്ഞു കൂടിയിട്ട് പല്ലുകൾ പോടാവും. പിന്നെ രണ്ടാമത് വരുന്നത് മോണരോഗമാണ്, ഗം ഡിസീസ് എന്ന് പറയും. അതായത് നമ്മൾ ചെറുതായിട്ട് ബ്രഷ് ചെയ്യുമ്പോൾ തന്നെ നേരെ ബ്ലഡ് വരാം, വായിൽ മോണ വീങ്ങി നിൽക്കാം, മോണയുടെ ഭാഗത്ത് ചുവന്ന നിറത്തിൽ തടുപ്പ് പോലെ വരാം. പിന്നെ അത് പെരിഡോണ്ടൽ പ്രോബ്ലത്തിലോട്ട് പോകും. അതായത് വീണ്ടും കുറച്ചും കൂടി ഗ്രേഡ് വ്യത്യാസമുണ്ട്. അതായത് മോണരോഗത്തിന്റെ അതിതീവ്രമായ ഒരു സ്റ്റേജിലോട്ട് പോകുമ്പോഴാണ് പെരിഡോണ്ടൽ പ്രോബ്ലംസ് വരുന്നത്. പെരിഡോണ്ടൽ പ്രോബ്ലത്തിലോട്ട് വന്നു കഴിയുമ്പോൾ നമുക്ക് ആദ്യം തുടങ്ങുന്നത് പല്ലുകൾക്കിടയിൽ ഗ്യാപ്പ് വരാം. അതായത് എന്ത് കഴിച്ചാലും ഫുഡിന്റെ വേസ്റ്റ് പല്ലുകൾക്കിടയിലോട്ട് കയറാം. അതിന് കാരണം നമ്മുടെ എല്ലുകൾ റിസോപ്ഷൻ സംഭവിക്കും. അതായത് ബോൺ റിസോപ്ഷൻ വന്നിട്ട് നമ്മുടെ മോണ താഴ്ന്നിറങ്ങുമ്പോൾ പല്ലുകൾക്കിടയിൽ സ്പേസിങ് വരാം. അപ്പൊ നമ്മൾ കഴിക്കുന്ന ഫുഡ് അതിനിടയിൽ കയറും. പിന്നെ അത് നമ്മൾ അപ്പോഴും പല്ല് ക്ലീൻ ചെയ്യുകയോ അതിന് വേണ്ട ട്രീറ്റ്മെന്റ് എടുക്കാതെ ഇരിക്കുമ്പോൾ കുറച്ച് നാളും കൂടെ കഴിയുമ്പോൾ പല്ലുകൾ ലൂസായി തുടങ്ങി നമുക്ക് ഓരോ പല്ലുകളായിട്ട് ഇങ്ങനെ നഷ്ടമായി തുടങ്ങും. ഇതാണ് മോണരോഗവും പെരിഡോണ്ടൽ ഡിസീസും നമ്മുടെ ഷുഗർ പേഷ്യൻസിന് കൂടുതലായിട്ട് വരുന്നത്. പറഞ്ഞ പോലെ തന്നെ ഉമിനീര് കുറയുമ്പോൾ നമുക്ക് ടൂത്തിൽ ഡീക്കേസ് വരാം, അതായത് കോടുകൾ ഒരുപാടായിട്ട് വരാം. അതിന് വേറൊരു കാരണമുണ്ട്. നമ്മുടെ ഉമിനീരിലും ഗ്ലൂക്കോസിന്റെ ലെവൽ വളരെ കൂടുതലായിട്ട് വരുമ്പോൾ ആ ഗ്ലൂക്കോസ്, അതായത് അതൊരു ഗ്ലൂക്കോസ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഒരു കാർബോഹൈഡ്രേറ്റിന്റെ ഒരു രൂപമാണ്. അപ്പൊ ആ ഗ്ലൂക്കോസ് നമ്മുടെ പല്ലുകളിൽ പ്രവർത്തിച്ചിട്ട് കോടുകൾ ഉണ്ടാക്കാനും ചാൻസ് ഉണ്ട്. പിന്നെ വരുന്നത് ബാഡ് ബ്രെത്ത്. നമുക്ക് വായിൽ എപ്പോഴും ഒരു സ്മെല്ല് ഫീൽ ചെയ്യാം. നമ്മൾ എങ്ങനെയൊക്കെ ബ്രഷ് ചെയ്താലും ക്ലീൻ ചെയ്താലും വായിൽ ഒരു ഒരു വൃത്തികെട്ട ഒരു സ്മെല്ല്, അതായത് അത് അസറ്റോൺ എന്ന് പറയുന്ന സ്മെല്ലാണ്. നമ്മുടെ ബ്ലഡില് കീറ്റോണിന്റെ അളവ് ഒരുപാട് അധികമായിട്ട് കൂടുമ്പോഴും നമ്മുടെ മോണയിൽ കൂടി വരുന്ന ബ്ലഡിൽ കീറ്റോണിന്റെയും അസറ്റോണിന്റെയും ഒക്കെ സ്മെല്ല് കൂടുതൽ വരുമ്പോൾ വായിൽ എപ്പോഴും ഒരു ബാഡ് സ്മെൽ. അടുത്തത് ഓറൽ ത്രഷ് എന്ന് പറയും. അതായത് നമ്മുടെ വായിൽ കൂടുതലും ഫംഗസ് ഇൻഫെക്ഷൻ വരാൻ ചാൻസ് ഉണ്ട്. അതായത് ക്രോണിക് ഡയബറ്റിക് പേഷ്യൻസിനാണ് അങ്ങനെയൊക്കെ വരുന്നത്. അതായത് ലാസ്റ്റ് സ്റ്റേജ്, അതായത് എപ്പോഴും 300 മുതലിലോട്ടൊക്കെ ഷുഗറിന്റെ അളവ് കൂടുതലായിട്ട് വരുമ്പോൾ വായിൽ ഫംഗസ് പോലെ ഒരു നമ്മുടെ നാക്കിലൊക്കെ വെള്ള പാട് പോലെ ഇങ്ങനെ വരും. അത് നമ്മുടെ നാക്ക് ക്ലീൻ ചെയ്താലും
ഒരു പാച്ചി ആയിട്ട് നിൽക്കും. അത് നമ്മൾ ക്ലീൻ ചെയ്ത് എടുക്കാൻ നോക്കിയാൽ ബ്ലീഡിങ് വരാം. ആ വൈറ്റ് പാച്ച് നമ്മൾ ട്യൂബ്സിൽ ക്ലീൻ ചെയ്തിട്ട് എന്തെങ്കിലും വെച്ചിട്ട് നമ്മൾ ക്ലീൻ ചെയ്ത് കണ്ടെയ്നറോ അല്ലെ എന്തെങ്കിലും ബ്രഷിന്റെ ബാക്ക് സൈഡൊക്കെ വെച്ച് ക്ലീൻ ചെയ്ത് നോക്കിയാൽ അതിൽ കൂടി ബ്ലീഡിങ് വരാൻ ചാൻസ് ഉണ്ട്. അത് ലാസ്റ്റ് ഒരു സ്റ്റേജിൽ വരുന്നതാണ് ഈ ഫംഗസിന്റെ ഇൻഫെക്ഷൻ ഓവർ ഗ്രോത്ത് വരുന്നതാണ്. ഇത് വായിൽ മാത്രമല്ല സ്കിന്നിന്റെ പല ഭാഗത്തും ഇങ്ങനെ ഷുഗർ പേഷ്യൻസിന് ഫംഗസ് ഗ്രോത്ത് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ കണ്ടാൽ നമ്മൾ ആദ്യം എന്തൊക്കെ ടെസ്റ്റ് ചെയ്യണം? ആദ്യം നമ്മളൊരു RBS, റാൻഡം ബ്ലഡ് ഷുഗർ, അതായത് നമ്മൾ ആഹാരം കഴിച്ചതിന് ശേഷം വെറുതെ ഒരു ഷുഗർ ടെസ്റ്റ് ചെയ്യുക. പിന്നെ നോക്കേണ്ടത് FBS, ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ, അതായത് ഒരു 8 മണിക്കൂറെങ്കിലും നമ്മൾ ഫാസ്റ്റിംഗിൽ ഇരുന്നിട്ട് നോക്കേണ്ട ഷുഗറാണ് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ. പിന്നെ HbA1c എന്ന് പറയും, അതായത് നമ്മുടെ ഒരു 3 മാസത്തിനിടയിൽ നമ്മുടെ ഒരു ഷുഗറിന്റെ ശരാശരി അളവാണ് HbA1c. അതാണ് നമുക്ക് കറക്റ്റ് ആയിട്ട് നമ്മുടെ ഒരു ഷുഗർ ലെവൽ എത്രയാണെന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. പിന്നെ ഉള്ളത് ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് എന്ന് പറയും. അത് നമ്മൾ ഈ ഗെസ്റ്റേഷണൽ ഡയബറ്റീസ് മെൽറ്റസ്, അതായത് ഗർഭം ധരിക്കുന്ന ടൈപ്പിൽ നമുക്ക് ഷുഗർ ഉണ്ടാവുന്നെങ്കിൽ നമ്മൾ ഈ ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് ആണ് കൂടുതലായിട്ട് നോക്കുമ്പോൾ നമുക്ക് കറക്റ്റ് റിസൾട്ട് കിട്ടുന്നത്. അപ്പൊ നമ്മൾ ഈ ടെസ്റ്റ് ഒക്കെ ചെയ്ത് നമ്മുടെ റിസൾട്ട് പോസിറ്റീവ് ആണ്, അതായത് ഷുഗർ ലെവൽ വളരെ കൂടുതലാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ അതിന്റെ ട്രീറ്റ്മെന്റ് എടുക്കണം. ഈ ചികിത്സയിൽ മെയിനായിട്ട് വരുന്നത് ജീവിതശൈലി മാറ്റങ്ങളാണ്. ജീവിതശൈലി മാറ്റങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ ആഹാരം ശ്രദ്ധിക്കണം, നമ്മുടെ വ്യായാമം, ഇതുമാണ് മെയിനായിട്ടും ഷുഗർ കൺട്രോൾ ആവാനായിട്ട് വേണ്ടത്. ആഹാരത്തിൽ നമ്മൾ കൂടുതൽ ഫൈബർ അടങ്ങിയ ഫുഡ് കഴിക്കുക, പിന്നെ പുറത്തുനിന്നുള്ള പാക്കറ്റ് ഫുഡുകളെല്ലാം അവോയ്ഡ് ചെയ്യുക. പിന്നെ നമ്മൾ കഴിക്കുന്ന എണ്ണ അത് കുറച്ച് ഒലിവ് ഓയിലോ ഒരു ഓർഗാനിക് ആയിട്ടുള്ള ഒരു ഓയിൽ യൂസ് ചെയ്ത് ഫുഡ് പാകം ചെയ്ത് കഴിക്കുക. ഇതൊക്കെയാണ് നമ്മൾ ഫുഡിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ ഷുഗർ കണ്ടന്റ് കുറഞ്ഞ ആഹാരങ്ങൾ മാത്രമേ കൂടുതലായിട്ട് നമ്മുടെ ഫുഡിൽ ഉൾപ്പെടുത്താൻ പാടുള്ളൂ. പിന്നെ ഉള്ളത് ഗുളികകളാണ്, മരുന്നുകൾ. ഡോക്ടറിനെ കണ്ട് പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഗുളിക കറക്റ്റായിട്ടും കഴിക്കുക. അതേമാതിരി നമ്മൾ ദന്ത സംരക്ഷണത്തിന് എന്തൊക്കെ ശ്രദ്ധിക്കണമെന്നുള്ളതാണ്. നമ്മൾ 2 നേരം കൃത്യമായിട്ടും ബ്രഷ് ചെയ്യണം. ഒരു ഷുഗർ പേഷ്യന്റ് ആണെങ്കിൽ കൃത്യമായിട്ടും 2 തവണ ബ്രഷിങ് ചെയ്യുക. ബ്രഷ് ചെയ്യുമ്പോൾ നമ്മൾ ഫ്ലൂറൈഡ് അടങ്ങിയ ടൂത്ത് പേസ്റ്റ് യൂസ് ചെയ്ത് ബ്രഷ് ചെയ്യാൻ നോക്കുക. അപ്പൊ നമ്മുടെ പല്ലിന്റെ ലോഞ്ചിവിറ്റി കുറച്ചും കൂടി കോട് വരുന്നത് തടയും. നമുക്ക് മോണരോഗത്തിന് കുറച്ചും കൂടെ നല്ലതായിരിക്കും നമ്മൾ ഫ്ലൂറൈഡ് അടങ്ങിയ പേസ്റ്റ് യൂസ് ചെയ്ത് ബ്രഷ് ചെയ്ത് കഴിയുമ്പോൾ. പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഒരു 6 മന്ത്സ് കൂടുമ്പോൾ എന്തായാലും ഒരു ഡെന്റിസ്റ്റിനെ കണ്ട് ഒരു അൾട്രാസൗണ്ട് ചെയ്യുക. അതായത് മോണയ്ക്കുള്ളിൽ നഖത്തോട്ട് കയറ്റിയുള്ള ഒരു ക്ലീനിങ് കൂടെ ചെയ്യുക. പിന്നെ ഇന്റർ ഡെന്റൽ ബ്രഷിംഗ് എന്ന് പറയും, അതായത് നമുക്ക് 2 പല്ലുകൾക്കിടയിൽ സുഖിച്ച വേസ്റ്റ് കയറി അപ്പോൾ നമുക്ക് മോണരോഗം കൂടുതലായിട്ട് വരാം. അപ്പൊ നമ്മളൊരു ഫ്ലോസോ ഇന്റർ ഡെന്റൽ ബ്രഷോ യൂസ് ചെയ്ത് നമ്മുടെ പല്ലുകൾക്കിടയിൽ കൂടി ക്ലീൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ഇത്രയുമാണ് ഈ വിഷയത്തിൽ എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ആർക്കെങ്കിലും ബന്ധുക്കൾക്കോ ഏതെങ്കിലും ഷുഗറുള്ള ആൾക്കാർ ഇതുപോലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണെങ്കിൽ അവർക്കും കൂടി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം. എല്ലാവർക്കും ഇത് ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇതിന്റെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് വരും. ഇതുപോലെയുള്ള ഉപകാരപ്രദമായുള്ള വീഡിയോകൾ ഇനി സീരിയസ് ആയിട്ട് ഇടാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.